ഒരു കൊല്ലം മുമ്പ് അമ്മ ഇതുപോലത്തെ കൊട്ടയ്ക്കകത്ത് ഇഞ്ചി നട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒരു കൊല്ലത്തിന് ശേഷം അതിലെന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാം കൂടെ ഇങ്ങ് പുറത്തേക്ക് എടുത്തേ. മൊത്തം 4 കൊട്ടയിലുണ്ടായിരുന്നേ. വളമൊന്നും കൊടുത്തിട്ടില്ല, വെറുതെ മണ്ണിലങ്ങ് നട്ടിട്ടുണ്ടായിരുന്നു അന്ന്. അതിലിപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, എന്തായാലും വലിയ പ്രതീക്ഷയൊന്നുമില്ല. ആ കൊട്ടയിലുള്ള പുല്ലൊക്കെ പറിച്ചു കളഞ്ഞപ്പോൾ ഇതാണ്ട് ഇഞ്ചിയൊക്കെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി നിൽപ്പുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ വലിയ സന്തോഷം. ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് അമ്മയ്ക്കാണേ. അമ്മ ഇതെല്ലാം ഇങ്ങനെ നട്ട് പരിപാലിച്ചേക്കുന്നത്. ഓരോ കൊട്ട മറിച്ച് നോക്കുമ്പോഴും അതിൽ അത്യാവശ്യം ഇഞ്ചി ഉണ്ടായിരുന്നു കേട്ടോ. എന്നാൽ ഒരുപാടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, കാരണം നമ്മൾ വളമൊന്നും ചേർക്കാതെയല്ലേ നട്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള നാടൻ ഇഞ്ചി ഒരുപാട് കിട്ടി കേട്ടോ. ഇഞ്ചിയുടെ ചെടിയൊക്കെ ഉണങ്ങിപ്പോയിട്ട് ഒരുപാട് കാലം ആയിട്ടുണ്ടായിരുന്നേ. നമ്മളിതിന് ആവശ്യത്തിന് വെള്ളമോ വളമോ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് തീരെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇത് ഇഞ്ചി എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന്. മണ്ണെല്ലാം മുകളിൽ ഉണങ്ങിപ്പിടിച്ച് ആകെപ്പാടെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓരോ കൊട്ട കമത്തി നോക്കുമ്പോൾ ഇഷ്ടം പോലെ നാടൻ ഇഞ്ചി കിട്ടിയേ. നമ്മൾ നമ്മുടെ ആവശ്യത്തിനുള്ള എടുത്തു വെക്കുകയും ചെയ്തു, ബാക്കി കുറച്ച് നടുകയും കൂടെ ചെയ്തേ. ഇങ്ങനത്തെ കൊട്ടയിലൊക്കെ ഇഞ്ചി നട്ടാൽ ഉണ്ടാവുമെന്ന് എനിക്ക് ഇപ്പോഴാട്ടോ മനസ്സിലായത്. ഇനി ഈ ഓരോ കൊട്ടയിലും നമ്മൾ നടാൻ പോകുന്നത് പച്ചമുളകാണ്. ഈ സെയിം മണ്ണും അതുപോലെ ഈ കൊന്നച്ചവറെല്ലാം കൂടെ ചേർത്താണ് കേട്ടോ ഇനി നമ്മൾ നടാൻ പോകുന്നത്.